ഹായ് ഹലോ, ഞാൻ അഞ്ജു ഡാലിയ കളക്ഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ബജറ്റ് മൈ റേഞ്ചിൽ തന്നെ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടണിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ്. വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇതാണ് കേട്ടോ. നല്ലൊരു പ്രിന്റഡ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത്. അതിലേക്ക് ഇതുപോലെ ബേസ് ആയിട്ട് ഒരു വളരെ ലൈറ്റുള്ള ഒരു അക്വാ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. വളരെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും ലൈറ്റ് ഷെയ്ഡിലേക്കാണ് അത് വരുന്നത്. അതിലേക്ക് ഇതുപോലെ ഒരു ഷാഡോ പ്രിന്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചൊന്ന് ബ്ലൂഷ് ഗ്രീൻ ഷെയ്ഡിന്റെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രിന്റുകളും വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് നമ്മൾ നല്ല ഭംഗി നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ വെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ് ഇത്. ഫുൾ ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ഈ ഒരു സെയിം പ്രിന്റുകൾ തന്നെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ദാമനിലേക്ക് ഇതുപോലെ ചെറിയൊരു ലേസിന്റെ ഒരു ഫിനിഷിംഗ് കൂടെ വരുന്നുണ്ട്. ഒരു ഓർഗൻസ ഫാബ്രിക്കിൽ ഇതുപോലെ ത്രെഡ് വർക്ക് ചെയ്ത ഒരു ലേസ് ഒന്ന് ഫിനിഷിങ് ഒരു ദാമനിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു സ്കാലപ്പ് ഒക്കെ ചെയ്ത് ഫിനിഷ് ചെയ്ത് വരുന്ന ലേസ് ആണ് വരുന്നത്. ബാക്കിലേക്ക് അത് വരുന്നില്ല. ബാക്കിലേക്ക് ഈ സെയിം പ്രിന്റ് തന്നെയാണ് പോകുന്നത്. ഒരു 48-49 നമുക്ക് ടോപ്പിന് ലെങ്ത് വരുന്നുണ്ട്. ഷോൾ വരുന്നത് ഇതാണ്. അതിൽ സെയിം തന്നെ കോമ്പിനേഷൻ തന്നെയാണ് ഷോളിലേക്കും വരുന്നത്. പ്രിന്റുകൾ ഇതുപോലെ വരുന്നു. 2.10 കേട്ടോ ഷോളിന് ലെങ്ത് വരുന്നത്. ഇതാണ് ഷോൾ വരുന്നത്. ബോട്ടം വരുന്നതും കോട്ടൺ തന്നെ, നല്ല സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് ബോട്ടവും വരുന്നതുണ്ട്. ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള അക്വാ ഷെയ്ഡിലേക്കാണ് വരുന്നത്. പ്രൈസ് വരുന്നത് 679 മാത്രമാണ് കേട്ടോ. നമുക്ക് ഇതിന്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. വേഗം നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് ബേബി പിങ്ക് കളർ ഷെയ്ഡാണ്. പിങ്കിന്റെ തന്നെ ഏറ്റവും ലൈറ്റർ ഷെയ്ഡാണ്. കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡിലേക്കാണ് അതിന്റെ പ്രിന്റുകൾ പോകുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. ഇതിന്റെ ദാമൻ പോർഷനിലേക്ക് ഇതുപോലെ ലേസിന്റെ ഒരു ഫിനിഷിംഗ് വരുന്നുണ്ട്. ത്രെഡ് എംബ്രോയിഡറി ചെയ്തിട്ട് വരുന്ന ബാക്ക് സൈഡ് ഇങ്ങനെ. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. ഷോൾ വരുന്നത് ഇതുപോലെ രണ്ട് സൈഡിലേക്കും ചെറിയൊരു ബോർഡർ പോലെ ഒരു പ്ലെയിൻ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ പ്രിന്റുകളാണ് വരുന്നത്. ഇതാണ് ബോട്ടം വരുന്നത്. എല്ലാം കോട്ടൺ തന്നെയാണ് ഫാബ്രിക് വരുന്നത്. ടോപ്പ് ബോട്ടം ഷോൾ എല്ലാം കോട്ടൺ തന്നെയാണ് കേട്ടോ. പ്രൈസ് സെയിം ആണ്. അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ബേസ് ആയിട്ട് ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് കളറാണ് കോമ്പിനേഷൻ കൊടുക്കുന്നത്. നല്ലൊരു ഓറഞ്ച് കളറിലേക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെ. ഷോൾ വരുന്നത് ഇങ്ങനെ. ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ട് ആ ഒരു ലൈറ്റ് പീച്ച് കളറിലേക്ക് തന്നെ വരുന്നു. അടുത്ത നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ബേസ് ആയിട്ട് വരുന്ന ഒരു ബേബി യെല്ലോ ഷെയ്ഡ്. ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഒരു ഗോൾഡൻ യെല്ലോ കളറിലേക്കാണ് അതിന്റെ പ്രിന്റുകൾ പോകുന്നത്. ഇങ്ങനെ ഇതിലേക്ക് ആ ഒരു ലേസിന്റെ ഫിനിഷിംഗ് വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ സെയിം പ്രിന്റുകൾ തന്നെ വരുന്നു. ഷോൾ വരുന്നത് ഇതുപോലെ ഇങ്ങനെയാണ് ഷോൾ വരുന്നത്. ബോട്ടം വരുന്നത് ഇതുപോലെ. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്ന നമ്മൾ കാണുന്ന പ്രിന്റുകൾ ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ബേസ് ആയിട്ട് ഒരു ക്രീം കളറിലേക്കാണ് വരുന്നത്. ഒരു ഓഫ് വൈറ്റ് കളർ ഷെയ്ഡിലേക്ക് വരുന്നത്. അതിലേക്ക് ഇതുപോലെ മൾട്ടി കളർ കോമ്പിനേഷൻ പ്രിന്റുകൾ പോകുന്നുണ്ട്. മെയിൻ ആയിട്ട് ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. ഇതിന്റെ ദാമനിലേക്ക് ഇതുപോലെയാണ് അതിന്റെ ആ ഒരു കൊടുത്തേക്കുന്നത് കേട്ടോ. ഒരു ഓർഗൻസ ഫാബ്രിക് നല്ലപോലെ വർക്ക് ചെയ്ത് ത്രെഡ് വർക്ക് ചെയ്ത മെറ്റീരിയലാണ്. ബാക്ക് സൈഡ് സെയിം തന്നെ വരുന്നു. ഇങ്ങനെ ഷോൾ വരുന്നത് ഇതുപോലെ. ടോപ്പിൽ വരുന്ന ആ ഒരു സെയിം പ്രിന്റുകളൊക്കെ തന്നെയാണ് ഷോളിലേക്കും കൊടുക്കുന്നത്. ബോർഡർ വരുന്നുണ്ട്. ബോട്ടം വരുന്ന ആ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലേക്ക് കോട്ടൺ തന്നെയാണ് ഫാബ്രിക് വരുന്നത്. ഇതിന്റെ പ്രൈസ് സെയിം തന്നെയാണ്. അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ക്രീം കളറിലേക്ക് തന്നെ. അതിലേക്കും ആഷിന്റെയും ഒരു പീച്ച് കളറിന്റെയും കോമ്പിനേഷൻ ആണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. ബാക്ക് സൈഡ് സെയിം തന്നെ. ഷോൾ വരുന്നത് ഇതുപോലെ. ഇതാണ് കേട്ടോ ഷോൾ വരുന്നത്. പീച്ച് കളറിലേക്ക് തന്നെ ബോട്ടവും വരുന്നുണ്ട്. അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നതിൻ്റെ ബേസ് ആയിട്ട് ഒരു ക്രീം കളർ തന്നെയാണ് വരുന്നത്. ഇതിലേക്കും ഒരു ആഷിൻ്റെയും ഒരു യെല്ലോ ഷെയ്ഡിൻ്റെയും കോമ്പിനേഷനാണ് വരുന്നത്. എല്ലാത്തിലേക്കും ഫ്രണ്ടിലേക്ക് ആ ഒരു മെറ്റീരിയലിൻ്റെ ലേസിൻ്റെ ഫിനിഷിംഗ് വരുന്നുണ്ട്. ബാക്ക് സൈഡ് സെയിം ആയിട്ട് തന്നെ വരുന്നു. ഷോൾ വരുന്നത് ഇതുപോലെ. ഇതാണ് ഷോൾ വരുന്നത്. ബോട്ടം വരുന്നത് ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നതും ക്രീം തന്നെ ബേസ് ആയിട്ട് വരുന്നത്. അതിലേക്ക് മെയിൻ ആയിട്ട് ഒരു പിങ്കിന്റെ കോമ്പിനേഷൻ ആണ് കേട്ടോ വരുന്നത്. അതുപോലെ എല്ലാത്തിലേക്കും ഫ്രണ്ട് പോർഷനിൽ ആ ഒരു ലേസിന്റെ ഫിനിഷിംഗ് വരുന്നുണ്ട്. ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ വരുന്നു. ഷോൾ വരുന്നത് ഇതുപോലെ. പിങ്ക് ആണ് അതിൻ്റെ കോമ്പിനേഷൻ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ബോട്ടം വരുന്നതും പിങ്ക് കളറിൽ തന്നെ. ടോപ്പ് ബോട്ടം ഷോൾ എല്ലാം കോട്ടൺ തന്നെയാണ് ഫാബ്രിക് വരുന്നത്. വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. ആ ഒരു പ്രൈസിൽ നമുക്ക് വളരെ നല്ലൊരു പ്രൈസിലല്ലേ വരുന്നത്. 679 പ്രൈസ് വരുന്നത്. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നമ്മൾ എന്ത് ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാനായിട്ട് ഡിസ്പ്ലേയിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.